അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ വിഷയം. കാരണം ചെറിയ ആഴമുള്ള കുഴിയാണെന്ന് കരുതി നമ്മൾ വാഹനം മുന്നോട്ടെടുത്താൽ തന്നെ വലിയ അപകടം സംഭവിക്കുമെന്നുള്ളതാണ് പല അപകടങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം. എന്താണ് കൊല്ലത്തെ അവസ്ഥ? റോഷ്നി, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗതാഗതക്കുരുക്ക് തന്നെ ആ കുഴിയുടെ പ്രധാന ഉദാഹരണമാണ്. ഇത് ഞാൻ നിൽക്കുന്നത് ആ വെള്ളക്കെട്ടിലാണ്. വെള്ളക്കെട്ടിൽ നിന്ന് ഒരു കുഴിയുണ്ട്. ഈ കാർ ഇപ്പോൾ ആ കുഴിയിൽ വീഴുന്നത് നമുക്ക് കാണാം. നോക്കൂ, അവിടെ ഒരു കുഴിയുണ്ട്. അറിയാതെ വീഴുകയാണ്. ഈ അറിയുന്നവരാണെന്ന് ഒരു സൈഡ് അങ്ങോട്ട് ചെരിയുന്നു. ഞാൻ ആ കുഴിയുടെ അടുത്തേക്ക് പോകാം. എല്ലാ വാഹനങ്ങളും ഇത് തന്നെ. ചേട്ടാ, ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാ? എൻ്റെ പൊന്ന് വേറെ ഒന്നും പറയാനില്ല. ഇത് എന്തോന്നായി കാണിച്ചു വലുത് അപ്പുറത്തോട്ട് മാറിയാൽ അവിടെ ആ കുഴി വീണ് അന്നേരം വീണ് 2-3 പേര് വീണ് 3-4 പേര് വീണ് ഇവിടെ. പിന്നെ ഇവിടെ പിള്ളേരെ കൊണ്ട് തന്നെ വീണ്. പിന്നെ അതുപോലെ ഇപ്പതാണ്ട പന്ത് ചാടുന്ന ചാട്ടം കണ്ട നമ്മൾ ആകെ ബുദ്ധിമുട്ടായി മനസ്സിലാവും. ആകെപ്പാട് 3 വീലിനകത്തുള്ള പോകുക. ഒന്ന് ചിന്തിച്ചു നോക്കെ. ആകെ 3 വീലിൽ പോകുന്ന ബുദ്ധിമുട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ വീണ ഒരാളുണ്ട്. നമുക്ക് ഒരു വലിയ കുഴിയാണ് റോഷ്നി ഉള്ളത്. അത് വാഹനങ്ങൾ പോകുമ്പോഴേ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുകയുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ വീണ ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാറി നിൽക്കുകയാണ്. ചേട്ടനല്ലേ ഇവിടെ ഈ കുഴിയിൽ വീണ ആളല്ലേ? അതെ, ഈ കുഴിയിൽ വീണത് ഞാനാണ്. ആ കാല് കണ്ടില്ലേ? ഓ, അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവിടെ സെൻറ്ററിൽ കുറേ ആയില്ലല്ലേ? കുറേ ആയി. ഇപ്പോൾ 1 വർഷത്തിന് അടുപ്പിച്ചായി ഇവിടെ ഈ ഇങ്ങനെ സംഭവിച്ചിട്ട്. ഓ, ഒരു മഴ പെയ്ത് അവിടെ വെള്ളക്കെട്ടാണ്. പിന്നെ ഒരു മാസം മുമ്പ് വരെ ഇവിടെ ഭയങ്കര വെള്ളക്കെട്ടാണ്. രണ്ട് ദിവസം മുമ്പ് ഭയങ്കരമായ വെള്ളമായിരുന്നു ഇവിടെ മൊത്തം. 2 ദിവസം മുമ്പ് വരെ. ചേട്ടാ, എന്താ ഒരു ശാശ്വത പരിഹാരം എന്താ ഇവിടെ? പരിഹാരം ഈ റോഡ് മണ്ണിട്ട് ഉയർത്തണം. ഉയർത്തിയിട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ചെയ്യണം. അതിന് ചെയ്തതിന് ശേഷം ഇത് മാറുകയുള്ളൂ. ഇവിടെ താഴ്ചയുള്ള സ്ഥലമാണ്, ഇവിടെ ഊറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പം മണ്ണിട്ട് ഉയർത്തി റോഡ് നല്ല രീതിയിൽ ഡെലിവറി ചെയ്തെടുത്താൽ മാറുന്നത്. നിരവധി ആളുകളാണ് റോഷ്നി ഈ കുഴിയിൽ വീണത്. ചേട്ടാ, ഇവിടെ കുറേ പേര് വീണിട്ടുണ്ട്. കുറേ പേര് വീണിട്ടുണ്ട്. സ്ത്രീകളടക്കം. കുട്ടികൾക്ക് ഈ വാഹന യാത്രക്കാർക്ക് മാത്രമല്ല, ഇതുവഴി സ്കൂളിൽ പോകാനുള്ള കുട്ടികൾ നടന്നു പോകും. അവർക്ക് നടന്ന് ഇപ്പുറം വരാൻ വള്ളം വേണ്ട സ്ഥിതിയാണ് ഇതുവഴി. അല്ല, സോക്സ് കെട്ട് പോകുന്ന കുട്ടികൾക്ക് പിന്നെ എല്ലാം ബുദ്ധിമുട്ടാണ്. റോഷ്നി, ഈ ബുദ്ധിമുട്ട് പറഞ്ഞത് നോക്കൂ. ഒരു വലിയ ഒരു അമ്മയും മകനും അത് ബുദ്ധിമുട്ടുന്ന കാഴ്ച കാണാൻ കുഴിയിൽ നോക്കൂ. അത് നോക്ക്, ലൈവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ കുഴിയിലാണ് ആ സ്കൂട്ടർ ഉള്ളത്. ചേച്ചി, ബുദ്ധിമുട്ട് ഇറങ്ങിക്കോളൂ. നോക്ക് റോഷ്നി, ആ ഫ്രണ്ട് വീല് കുഴിയിൽ വീണതാണ്. വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് നോക്ക്. പോട്ടെ ചേട്ടൻ നോക്ക് റോഷ്നി, എൻ്റെ കാല് വരെ മുങ്ങിപ്പോകുന്ന രീതിയിൽ ഇത്ര ആഴത്തിലുള്ള ഒരു കുഴിയാണ്. അറിയാതെ വരുന്ന സ്കൂട്ടറുകാരൻ്റെ ഒരു അപകടമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുപോലെ പോകുന്ന വാഹനങ്ങൾ വെള്ളത്തിൽ വീഴുന്നു. നമ്മളൊന്നും കണ്ടില്ല, ലൈവായിട്ട് കണ്ടതാണ്. ഒരു ചേച്ചിയും ചേട്ടനും പോകുമ്പോൾ ഉണ്ടായ അപകടം. അത്തരത്തിൽ അപകടമായ കുഴി, വെള്ളം വരുമ്പോൾ അത് കാണാതെ നിൽക്കുന്നു. ഈ കുഴിയുടെ ആഴം അറിയാതെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ ചേട്ടനടക്കം നേരത്തെ അപകടത്തിൽ പറ്റിയ ആളാണ്. 6 മാസത്തിലധികമായി ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു. നമുക്ക് ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് കാണാം. വെള്ളം ഒലിച്ചു പോകാൻ ഒരു സ്ഥലവുമില്ലാത്ത ഒരു ഇടമാണ് ഇവിടെ. ഇവിടെയാണ് ഈ വെള്ളക്കെട്ടിലേക്ക് വലിയ കുഴി അപകടത്തിലേക്ക് എത്തുന്നതും വീഴുന്നതും ഇപ്പോൾ നമ്മൾ കണ്ടതടക്കമുള്ള പല സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ്. ദിലീപ് ദേവസിയാണ് ആ റോഡിന്റെ അവസ്ഥ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇതിപ്പോൾ സർക്കസ് പഠിക്കേണ്ട അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ആ ബൈക്ക് അടക്കം അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടു. നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ട നഗരത്തിൽ